ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളത്തേക്കുള്ള മാർക്കറ്റ് അനാലിസിസ് വീഡിയോ. അതിനോടൊപ്പം തന്നെ ഇന്നത്തെ മാർക്കറ്റിന് വേണ്ടിയിട്ട് കുറച്ച് ലെവൽസും കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ആ ലെവൽസിൽ മാർക്കറ്റ് എങ്ങനെയാണ് ഇന്ന് റിയാക്ട് ചെയ്തത് എന്ന് നമുക്ക് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. അതിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് റീസൺസും കാര്യങ്ങളും ഇനി തൊട്ടുള്ള വീഡിയോസിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്ന് പറഞ്ഞാൽ റീസൺസ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തൊരു റീസൺ കൊണ്ടാണ് നമുക്കൊരിക്കലും ഒരു പ്യുവർ ടെക്നിക്കൽ അനാലിസിസ് ടേംസിലാണ് നമ്മൾ ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരുന്നത്. ആ ഒരു ടെക്നിക്കൽ അനാലിസിസിൻ്റെ കൂടെ തന്നെ നമുക്ക് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള എന്തെങ്കിലും ന്യൂസ് ഫാക്ടേഴ്സോ എന്തെങ്കിലുമുള്ള കാര്യങ്ങളും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും ഇനിയുള്ള വീഡിയോസിൽ ഒരു 1 മിനിറ്റ് ഡ്യൂറേഷനിൽ നമുക്ക് ആ ഒരു കാര്യങ്ങളും കൂടി ഡിസ്കസ് ചെയ്തിട്ട് പോകാം. അപ്പോൾ ഇന്നത്തെ മേജറായിട്ടുള്ള ഒരു ന്യൂസും കാര്യങ്ങളും അതേപോലെ തന്നെ മാർക്കറ്റ് ഇന്ന് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്ത് 25,000 മാർക്കറ്റ് പോയതും ആ 25,000 മുകളിൽ മാർക്കറ്റ് നമ്മുടെ ലെവലിൽ ഞാൻ മാർക്ക് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25,026 എന്ന് പറഞ്ഞ ലെവലാണ്. നിങ്ങൾ പല യൂട്യൂബ് ചാനലിലും പല ആൾക്കാരുടെയും നോക്കിക്കഴിഞ്ഞാൽ അവരെല്ലാം തന്നെ 25,000 എന്ന് പറഞ്ഞൊരു റൗണ്ട് നമ്പർ ആയിരിക്കും അവർ പറയുന്നത്. കാരണം ഈ 25,000 എന്ന് പറഞ്ഞ റൗണ്ട് നമ്പറിൻ്റെ മുകളിൽ ഈ ഒരു ഏരിയാസിലെല്ലാം തന്നെ മാർക്കറ്റ് നല്ല സ്ട്രോങ് ആയിട്ട് നമുക്ക് കാണിച്ചു. ഈ ഒരു 25,000 ആണ് ഞാൻ ഇന്നലെ നിങ്ങൾക്ക് പറഞ്ഞെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും എന്ത് ചെയ്യുന്നതായിരിക്കും ഈ ഒരു 25,000 ഞാനിപ്പോൾ പോയിൻ്റർ വെച്ച ആ ഒരു 25,000 മുകളിൽ മാർക്കറ്റ് നല്ല രീതിയിലുള്ളൊരു ക്യാൻഡിൽ ക്ലോസ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ഏരിയയിൽ മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും എന്ത് ചെയ്തായിരിക്കും അപ്സൈഡിലോട്ട് നമ്മുടെ നെക്സ്റ്റ് ലെവൽസിലോട്ടൊക്കെ അവർ ട്രേഡ് എടുക്കാൻ പോയിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ഒരു റീസൺ കൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നലത്തെ നമ്മുടെ അനാലിസിസ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ലെവൽ 25,026 എന്ന് പറഞ്ഞ ലെവലാണ്. അത് നമുക്ക് ഹിസ്റ്റോറിക്കലായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പാസ്റ്റ് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്സ് വെച്ച് നോക്കുന്ന സമയത്തും 25,000 നമ്മൾ എടുക്കുന്നതിനേക്കാളും നമുക്ക് ഏറ്റവും ഉചിതമായിട്ട് നമുക്ക് ഇന്ന് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലെവലായിട്ടുള്ള 25,026. അപ്പോൾ നിങ്ങൾ ഇന്നലത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എക്സാക്റ്റ് ഇത്രയും ലെവൽസ് തന്നെ ആയിരുന്നു നമ്മൾ പറഞ്ഞത്. എക്സാക്ട്ലി നമ്മുടെ ലെവലിലോട്ട് മാർക്കറ്റ് വന്നു, അവിടെ നിന്ന് സെല്ലിംഗ് പ്രഷർ കാണിച്ചു. 2 ടൈംസ് മാർക്കറ്റ് എന്ത് ചെയ്തു, ഇതേപോലെ രീതിയിലുള്ള ഒരു സെല്ലിംഗ് പ്രഷർ നമുക്ക് കാണിക്കുന്നതായിട്ട് കാണാൻ പറ്റി. ഈ ഒരു ഏരിയയിൽ വെച്ച് തന്നെ ഞാൻ എന്ത് ചെയ്തു, മാർക്കറ്റിൽ ഡൗൺ സൈഡിലുള്ളൊരു എൻട്രി ആയിരുന്നു ഇന്ന് ഞാൻ മാർക്കറ്റിലെടുത്തത്. ഓൾമോസ്റ്റ് 1:2 വളരെ ചെറിയ പോയിൻറ്റ്സാണ് ഞാൻ ഇന്ന് ക്യാച്ച് ചെയ്യാനായിട്ട് സാധിച്ചത്. പക്ഷേ ഞാൻ എന്നും എടുക്കുന്ന അതേ ക്വാണ്ടിറ്റിയിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഫുൾ പൊസിഷൻസിൽ തന്നെ ആയിരുന്നു ഇന്നും ട്രേഡ് പഞ്ച് ചെയ്തത്. കാരണം ഈ ഒരു 25,000 മുകളിൽ, കാരണം നമ്മുടെ സ്റ്റോപ്പ് ലോസും വളരെ ചെറുതായിരുന്നു, ഈ ഒരു 25,000 മുകളിലോട്ട് മാർക്കറ്റ് പോകാനുള്ള ചാൻസസേ കാണിക്കുന്നില്ല. അതിൻ്റെ വൺ റീസൺ എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും അപ്സൈഡിലോട്ട് എൻട്രി എടുത്ത് വെച്ചേക്കുകയാണ്. അപ്പോൾ സ്മാർട്ട് മണിയും അല്ലെങ്കിൽ കൂടുതൽ ക്യാഷ് ഉള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷൻസോ ആയിട്ടുള്ള ആൾക്കാർ മോസ്റ്റ്ലി ഡൗൺ സൈഡിലോട്ടായിരിക്കും മാർക്കറ്റിനെ അവർക്ക് കൊണ്ടുവരാനായിട്ടുള്ള പോസിബിലിറ്റി. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് അപ്പിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപിന് ഇന്ത്യയും US-ഉമായിട്ടുള്ള നമ്മുടെ ഈ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ, ഈ ട്രേഡ് റിലേറ്റഡ് കാര്യങ്ങൾ. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് മാറ്റങ്ങൾ വരുത്തണം. ഇന്ത്യയും അതേപോലെ US-ഉമായിട്ടുള്ള ബന്ധം വീണ്ടും നല്ല രീതിയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളൊരു ന്യൂസും ഇതിൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാർക്കറ്റ് ന്യൂസും അതേപോലെ 25,000 മുകളിൽ സസ്റ്റെയിൻ ചെയ്തു എന്നും കൂടി കണ്ടു കഴിഞ്ഞപ്പോൾ മോസ്റ്റ് ഓഫ് ദ റീറ്റെയിലേഴ്സും മാർക്കറ്റിൽ അപ്സൈഡിലോട്ടുള്ള എൻട്രി ഇൻട്രസ്റ്റഡ് ആയി. പക്ഷേ നമ്മൾ എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൗൺ സൈഡിലോട്ടുള്ള എൻട്രി ആയിരുന്നു. നമ്മുടെ ടെലിഗ്രാം ചാനൽ നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതായിരുന്നു ഇന്നത്തെ ദിവസം എക്സാക്ട്ലി 25,026 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ അപ്സൈഡിലോട്ടുള്ള എൻട്രിയിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടിരിക്കാവൂ, അല്ലെങ്കിൽ അപ്സൈഡിലോട്ടുള്ള എൻട്രിയെ നിങ്ങൾ നോക്കണ്ട എന്നുള്ളൊരു കാര്യം കറക്റ്റായിട്ട് ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്തു. അപ്പോൾ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനായിട്ടുള്ള ആൾക്കാർ, ജോയിൻ ചെയ്യാത്തവരായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ മാക്സിമം ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം, ഇത്രയും കാര്യങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കണക്ക് തന്നെ ഇന്നത്തെ ഒരു ഫണ്ടമെൻ്റൽ രീതിയിലുള്ള ഒരു അപ്രോച്ചും ഒരു ടെക്നിക്കൽ രീതിയിലുള്ള അപ്രോച്ചും പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നാളത്തേക്കുള്ള ഇമ്പോർട്ടൻറ്റ് ലെവൽസും കാര്യങ്ങളിലോട്ടും നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് പോകാം. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്ന ലെവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ലെവൽസാണ്. ഓൾമോസ്റ്റ് 5 ലെവൽസാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പോകാം, ഈ ഒരു ലെവൽസിൽ മാർക്കറ്റ് എങ്ങനെ ആയിരിക്കും റിയാക്ട് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിട്ട് പോകാം.
ഫസ്റ്റ് ലെവലായിട്ട് ഞാൻ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24,956 എന്ന് പറഞ്ഞ ലെവലാണ്. ഈ ഒരു മാർക്കറ്റ് ഈ ഒരു 24,955 അല്ലെങ്കിൽ 956 എന്ന് പറഞ്ഞ ലെവലിൻ്റെ മുകളിൽ മാർക്കറ്റിന് ഓപ്പൺ ചെയ്യാൻ പറ്റി ഈ ഒരു ഏരിയയിൽ നിന്നൊക്കെ ഒരു സ്ട്രോങ് ക്യാൻഡിൽസ് കാണാനായിട്ട് പറ്റിക്കഴിഞ്ഞാൽ ഞാൻ നെക്സ്റ്റ് ആയിട്ട് ടാർഗറ്റായിട്ട് നോക്കുന്നത് 25,000 ആണ്. കാരണം ഇന്നത്തെ ദിവസം ഈ ഒരു അപ്സൈഡിലോട്ട് എൻട്രി എടുത്ത ആൾക്കാരെ ട്രാപ്പ് ചെയ്തത് കൊണ്ട് തന്നെ ഈ നാളത്തെ ഡേയിൽ മാർക്കറ്റിന് 25,000 ടേക്ക് ചെയ്യാനുള്ള ഒരു പ്രോബബിലിറ്റി ഞാൻ കാണുന്നുണ്ട്. ആ ഒരു പ്രോബബിലിറ്റി ഈ ഒരു ഏരിയയിൽ ഉണ്ടാകുന്ന ക്യാൻഡിൽസും കൂടി നോക്കിയിട്ടായിരിക്കും. ആ ഒരു ഏരിയയിൽ ഉണ്ടാകുന്ന ക്യാൻഡിൽസ് സ്ട്രോങ് ആണെങ്കിൽ എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും മാർക്കറ്റ് 24,990 എന്ന് പറഞ്ഞ ലെവലിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്തു 25,000 മുകളിൽ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ എനിക്ക് വെക്കാനായിട്ട് പറ്റും. അതിന് മുകളിലൊക്കെ നമുക്ക് രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസുകൾ വെക്കുന്നുണ്ട്. കാരണം ഈ ഒരു ഏരിയയിലൊക്കെ മാർക്കറ്റിന് നമ്മളെ ട്രാപ്പ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ മാർക്കറ്റ് 24,956 മുകളിലാണെങ്കിൽ മാർക്കറ്റ് സ്ട്രോങ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതിനോടൊപ്പം തന്നെ മാർക്കറ്റ് ഇനി ഫർദർ ഈ ഒരു ലെവലിൻ്റെ താഴെ മാർക്കറ്റിനെ ക്ലോസ് ചെയ്ത് മാർക്കറ്റ് ഫർദർ ഡൗൺ സൈഡിലോട്ടാണ് വരുന്നതെങ്കിൽ നെക്സ്റ്റ് ആയിട്ട് മാർക്കറ്റ് വരാനായിട്ട് പോകുന്നത് 24,914 എന്ന് പറഞ്ഞ ലെവലാണ്. ആ ഒരു 14 എന്ന് പറഞ്ഞ ലെവൽ മാർക്കറ്റ് ടേക്ക് ചെയ്താൽ ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്ത ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള പ്രോബബിലിറ്റിയും ഫർദർ ഡൗൺ സൈഡിലോട്ട് മാർക്കറ്റ് വരുന്നതായിട്ടും നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും ലെവൽസാണ് നമ്മൾ നാളത്തേക്ക് നോക്കുന്നത്. ഫസ്റ്റ് ലെവലായിട്ടുള്ള 24,956, അപ്സൈഡിലോട്ടുള്ള ലെവലായിട്ടുള്ള 24,990, അതിന് മുകളിൽ 25,022, അതിന് മുകളിൽ 24,148, ഏറ്റവും താഴെ നമുക്ക് വരുന്ന ലെവൽ 24,914 എന്ന് പറഞ്ഞ ലെവലാണ്. അപ്പോൾ ഇത്രയും ലെവൽസിൽ പോയിട്ട് നിങ്ങൾ റാൻഡം അവിടെ എവിടെയും പോയി ട്രേഡ് പഞ്ച് ചെയ്യാനായിട്ടല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്കറിയാവുന്ന സ്ട്രാറ്റജി നിങ്ങൾ ഈ ഒരു ലെവൽസിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് സ്ട്രാറ്റജിയോ കാര്യങ്ങളോ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ തന്നെ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. പല സ്ട്രാറ്റജികളും നമ്മൾ ആ ഒരു ചാനലിൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ചെക്കൗട്ട് ചെയ്തതിന് ശേഷം ആ സ്ട്രാറ്റജികളെല്ലാം വാച്ച് ചെയ്യുക. ഇല്ലെങ്കിൽ ഞാൻ ഫ്രൈഡേയിൽ വീണ്ടും ഒരു സ്ട്രാറ്റജി വീഡിയോ മോസ്റ്റ്ലി ഫോർ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, അതേപോലെ നിങ്ങൾക്ക് ഏതൊരു ഇൻസ്ട്രുമെൻറ്റിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിയും ഞാൻ ഫ്രൈഡേയിൽ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. നമ്മൾ വീഡിയോയും കാര്യങ്ങളും എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു സ്ട്രാറ്റജിയും കൂടി നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ഈ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തോ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, ഇങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങൾ ആ സ്ട്രാറ്റജിയുടെ ലോജിക്ക്, ഈ സ്ട്രാറ്റജി നമുക്കൊരു മെത്തേഡ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഈ ഒരു ലോജിക്കൽ മെത്തേഡ് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനോടൊപ്പം തന്നെ ഈ ലെവൽസും കൂടി നിങ്ങൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലെവൽസിൽ നിങ്ങൾക്ക് സ്ട്രാറ്റജി വരുന്ന ടൈമിൽ ട്രേഡ് എടുക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ട്രേഡിങ് വളരെ ഈസിയും സിമ്പിളും തല പുകയ്ക്കാതെയും എല്ലാം തന്നെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ഇത്രയും വരെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, നിങ്ങൾ കമൻറ്റും കാര്യങ്ങളുമൊക്കെ ഇടാനായിട്ടും കൂടി ശ്രമിക്കുക. കാരണം നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം വീഡിയോ അപ്ലോഡ് ചെയ്ത് വരുന്നതുകൊണ്ട് തന്നെ യൂട്യൂബ് നമുക്ക് പുഷ് തരത്തില്ല. അതിൻ്റെ ഒരു റീസൺ കൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം എല്ലാവരും ഇതുവരെ കണ്ടിട്ടുള്ള എല്ലാവരും എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്നും കൂടി അങ്ങ് പറഞ്ഞു പോയി, കമൻറ്റ് ചെയ്യാനും കൂടി ശ്രമിക്കുക. അതിനോടൊപ്പം ടെലിഗ്രാം ചാനലിലും ജോയിൻ ചെയ്യുക. അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ ഗൈസ്. ബൈ.